Organic chemistry means the branch of chemistry that deals with the study of carbon and its compounds. ഞാൻ പറഞ്ഞു പീരിയോഡിക് ടേബിളിൽ 118ഓളം എലമെന്റ്സ് ഉണ്ട്. അതിൽ കാർബൺ മാസല്ല, മരണമാസാണ്. കാർബൺ പൊളിയാണ്. അങ്ങനെയുള്ള ആ കാർബണിനെയും കാർബൺ ഉണ്ടാക്കുന്ന കോമ്പൗണ്ട്സിനെയും കുറിച്ച് പഠിക്കാനുള്ള കെമിസ്ട്രിയുടെ ബ്രാഞ്ച് ആണ് ഓർഗാനിക് കെമിസ്ട്രി. ഈ വർഷം നമുക്ക് 2 ഓർഗാനിക് ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. അതിൽ ഒന്നാമത്തെ കംപ്ലീറ്റ് ഫണ്ടമെന്റൽ കണ്ടന്റ്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ എന്താണ് ഓർഗാനിക് കെമിസ്ട്രി? കാർബൺ ഉണ്ടാക്കുന്ന കോമ്പൗണ്ട്സും അവരെ കുറിച്ച് പഠിക്കാനുള്ള കെമിസ്ട്രിയാണ് ഓർഗാനിക് കെമിസ്ട്രി. എന്തുകൊണ്ട് കാർബൺ ഇത്രയും സ്പെഷ്യാലിറ്റി? കാർബൺ ഒരു യുണീക്ക് പ്രോപ്പർട്ടി ഉണ്ട്, കാറ്റിനേഷൻ. കാറ്റ് എന്ന് വെച്ചാൽ പൂച്ച 4 കാലിലെ വീഴുള്ളൂ എന്ന് ഓർത്ത് വെക്കാൻ പറഞ്ഞു സാറ്. കാറ്റിനേഷൻ, കാർബൺ, C for കാറ്റ് എന്നാണ് LKG പഠിച്ചിരിക്കുന്നത്. +1 സയൻസ് സ്റ്റുഡൻസ് പഠിക്കേണ്ടത് C for കാറ്റ് അല്ല, C for കാർബൺ. നമ്മൾ പഠിച്ചത് C for കാറ്റ്, ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് C for കാർബൺ. മൈ ഡിയർ സ്റ്റുഡൻസ്, ലെറ്റ് മീ ടെൽ യു, കാർബണിന്റെ വാലൻസി 4 ആണ്. പൂച്ച 4 കാലില വീഴുക, C for കാറ്റ്. പൂച്ച 4 കാലില വീഴുക എന്ന് പറയുന്ന പോലെ കാർബണും 4 കാലില വീഴുക. കാർബൺ ഈസ് എ ടെട്രാവാലന്റ് ആറ്റം. കാർബണിന്റെ വാലൻസി 4 ആണ്. കാർബൺ കമ്പാരിറ്റീവ്ലി സ്മോൾ സൈസ് ആണ്. കാർബണിന് ധാരാളം കോവാലന്റ് കോമ്പൗണ്ട്സ് ഉണ്ടാക്കാൻ പറ്റും. കോവാലന്റ് ബോണ്ടിങ്ങിലൂടെ ഇറ്റ് ക്യാൻ ഫോം സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട്. Through covalent bonding, it can self-link. Through covalent bonding, it can form self-linking. ഒരു കാർബണിന് സെൽഫ് ലിങ്കിങ് എന്ന് വെച്ചാൽ ഒരു കാർബണിന് മറ്റൊരു കാർബണുമായിട്ട് സെൽഫ് ലിങ്കിങ്, സ്വയം സെൽഫായിട്ട് ലിങ്ക് ആവാൻ പറ്റും. ത്രൂ സിംഗിൾ, ഡബിൾ ആൻഡ് ട്രിപ്പിൾ ബോണ്ട്. കാർബൺ ക്യാൻ അണ്ടർഗോ സെൽഫ് ലിങ്കിങ് ത്രൂ സിംഗിൾ, ഡബിൾ ആൻഡ് ട്രിപ്പിൾ ബോണ്ട്. കാർബണിന് മാത്രമാണ് സിംഗിൾ എങ്കിൽ സിംഗിള്, ഡബിൾ ബോണ്ട് എങ്കിൽ ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട് എങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടാക്കാനുള്ള കഴിവ് ദൈവം കൊടുത്തിരിക്കുന്നത്. അപ്പോ ഇതിനെയാണത്ര നമ്മൾ എന്ത് പറയുക? കാറ്റിനേഷൻ. This self-linking capacity is called as catenation. It is because of this catenation. ഈ കാറ്റിനേഷൻ കൊണ്ടാണ് കാർബണിന് കോടിക്കണക്കിന് കോമ്പൗണ്ട്സ് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദിസ് കാറ്റിനേഷൻ കാർബൺ ക്യാൻ ഫോം ക്രോർസ് ആൻഡ് ക്രോർസ് ഓഫ് കോമ്പൗണ്ട്സ്. ഈ കാരണം കൊണ്ടാണ് അത്രേ കാർബണിനെ കോടിക്കണക്കിന് കോമ്പൗണ്ട്സ് ഉണ്ടാക്കാൻ പറ്റുന്നതും. ഈ ബ്രാഞ്ചിന് പേര് ഓർഗാനിക് കെമിസ്ട്രി. ക്ലിയർ ആയോ? കാർബണിന് സെൽഫ് ലിങ്കിങ് എന്ന് വെച്ചാൽ ഒരു കാർബണിന് മറ്റ് കാർബണിലേക്ക് ലിങ്ക് ആവാൻ പറ്റും. ത്രൂ സിംഗിൾ ബോണ്ട്, ത്രൂ ഡബിൾ ബോണ്ട് ആൻഡ് ത്രൂ ട്രിപ്പിൾ ബോണ്ട്. ത്രൂ സിംഗിൾ ബോണ്ട്, ത്രൂ ഡബിൾ ബോണ്ട് ആൻഡ് ത്രൂ ട്രിപ്പിൾ ബോണ്ട്. ദിസ് സെൽഫ് ലിങ്കിങ് കപ്പാസിറ്റി ഈസ് കോൾഡ് ആസ് കാറ്റിനേഷൻ. ഈ കാറ്റിനേഷൻ കൊണ്ടാണ്, ദിസ് കാറ്റിനേഷൻ മേക്സ് കാർബൺ എ യുണീക്ക് എലമെന്റ്. കാർബൺ ഒരു യുണീക്ക് എലമെന്റ് ആയതുകൊണ്ടാണ് ഓർഗാനിക് കെമിസ്ട്രി ഇത്രയും വലിയ സംഭവമാണെന്ന് പറയുന്നത്. കാർബണിന് മാത്രമാണ് സിംഗിൾ ബോണ്ടും ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഫോം ചെയ്യാൻ പറ്റുന്നത്. ഈ സ്പെഷ്യൽ ക്യാരക്ടർ ത്രൂ സെൽഫ് ലിങ്കിങ്ങിലൂടെ പറ്റുന്ന ഈ സ്പെഷ്യൽ ക്വാളിറ്റി ത്രൂ സെൽഫ് ലിങ്കിങ് കപ്പാസിറ്റി ഈസ് കോൾഡ് ആസ് കാറ്റിനേഷൻ. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്ന് രസകരമായ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. മൺഡേ ആണ്, വീക്കെൻഡ് കഴിഞ്ഞ് ഒരു പുതിയ വീക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാവരും ലേസി മൂഡിലായിരിക്കും. നിങ്ങളെ സ്വിച്ച് ഓൺ ചെയ്തിട്ട് ഞാൻ പൊക്കോളാം, ദയവേത് ശ്രദ്ധിക്കേ. കാർബൺ, അപ്പോ ഈ ഓർഗാനിക് കെമിസ്ട്രിയിലെ അത് പറയുന്ന ഒരു വലിയൊരു കാര്യമുണ്ട് മക്കൾ കേൾക്കുക. ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഓർഗാനിക് കെമിസ്ട്രിയില് ഓർഗാനിക് കോമ്പൗണ്ട്സ് എങ്ങനെ ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോ യെസ്, ഒരു ബെർസീലിയസ് തിയറി ഉണ്ട്. ഇതിനെ പറയുന്ന പേരാണ് വൈറ്റൽ ഫോഴ്സ് തിയറി. ഇദ്ദേഹം എന്താ പറഞ്ഞത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതൊന്നും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കില്ല, പക്ഷെ നമ്മൾ രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുന്ന ആളുകളായതുകൊണ്ട് നമുക്ക് വി ആർ സ്പെഷ്യൽ, വി ഷുഡ് നോ ഓൾ ദീസ് കണ്ടന്റ്സ്.
ഈ ഓർഗാനിക് കോമ്പൗണ്ട്സ്, അതായത് കാർബൺ ഉണ്ടാക്കുന്ന കോമ്പൗണ്ട്സ്, ബെർസീലിയസ് എന്താ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാർബൺ ഉണ്ടാക്കുന്ന കോമ്പൗണ്ട് മാസ്മരിക ശക്തി, ഒരു മാജിക്കൽ, ഒരു മിസ്റ്റീരിയസ് ഫോഴ്സിലൂടെയാണ് അത്ര ഉണ്ടാവുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേ, ബെർസീലിയസ് പറഞ്ഞത് കാർബൺ മറ്റ് എലമെന്റ്സുമായിട്ട് ചേർന്നിട്ട് ഉണ്ടാക്കുന്ന കോമ്പൗണ്ട്സ് ഇല്ലേ, അത് എന്തോ ഒരു മിസ്റ്റീരിയസ് ഫോഴ്സ് ആണെന്ന്, എന്തോ ഒരു അപൂർവ മാന്ത്രികമായിട്ടുള്ള ഒരു ഫോഴ്സ് ആണ്. ആ ഫോഴ്സ് ലിവിങ് തിങ്സിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അതായത് സ്മീരജ്, എന്നെയും നിന്നെയും പോലുള്ള ജീവനുള്ള സാധനങ്ങളില് ഒരു മിസ്റ്റീരിയസ് ഫോഴ്സ് ഉണ്ട്, ഒരു വൈറ്റൽ ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സ് ഉപയോഗിച്ചിട്ടാണ് അത്രേ കാർബൺ അതിന്റെ കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്നത്. 1800-കളിൽ കേട്ടോ, 18th സെഞ്ചുറി, 1800 ഇയറിൽ, നമ്മളിപ്പോ 2023 ആണ്. 1800-കളില് ബെർസീലിയസ് സാറ് പറഞ്ഞതാണ് ഓർഗാനിക് കെമിസ്ട്രി, കാർബൺ ഇത്രയും ശക്തമായിട്ട് സിംഗിള്, ഡബിള്, ട്രിപ്പിളിലൂടെ ധാരാളം കോമ്പൗണ്ട് ഉണ്ടാക്കാനുള്ള കാരണം ഡ്യൂ ടു വൈറ്റൽ ഫോഴ്സ്. ഈ തിയറിയാണ് വൈറ്റൽ ഫോഴ്സ് തിയറി എന്ന് പറയും. എന്താ വൈറ്റൽ ഫോഴ്സ്? ലിവിങ് തിങ്സ്, ജീവനുള്ള സാധനങ്ങളുടെ ഉള്ളിൽ നിന്നുണ്ടാവുന്ന മിസ്റ്റീരിയസ് ഫോഴ്സ്, മാജിക്കൽ ഫോഴ്സ്. ആ ഫോഴ്സ് ഉപയോഗിച്ചിട്ടാണ് അത്രേ കാർബണിന്റെ കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്നത്. ഇതിനെയാണ് വൈറ്റൽ ഫോഴ്സ് തിയറി എന്ന് പറയുക. വൈറ്റൽ ഫോഴ്സ് തിയറി എത്ര പേർക്ക് ക്ലിയർ ആയി? ഹൗ മെനി ഓഫ് യു ഗോട്ട് ക്ലാരിറ്റി? ഇതിനെയാണ് വൈറ്റൽ ഫോഴ്സ് തിയറി പറയുക. അപ്പൊ ഓർഗാനിക് കോമ്പൗണ്ട് ഭയങ്കര സംഭവമായതുകൊണ്ട് ആദ്യം പറഞ്ഞ തിയറിയാണ് വൈറ്റൽ ഫോഴ്സ് തിയറി. ഒരുപാട് പേര് ക്യാമറ എപ്പോഴും ഓഫാണ്. ഹിതയൊക്കെ, അഭിനവ്, ഇവരെയൊക്കെ ഞാൻ ഇപ്പൊ റിമൂവ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. വൈറ്റൽ ഫോഴ്സ് തിയറി എന്താ? വൈറ്റൽ ഫോഴ്സ് തിയറി, കാർബൺ അതിന്റെ കോമ്പൗണ്ട്സ്. ഗൗതം ഒന്നും കയറിയിട്ടില്ലേ? കാർബൺ അതിന്റെ കോമ്പൗണ്ട്സ്, ഷുഹൈബ്, ഗൗതം ഒന്നും കയറിയിട്ടില്ലെന്ന്. കാർബൺ അതിന്റെ കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്നത്, കാർബൺ അതിന്റെ കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്നത് എന്തുപയോഗിച്ചിട്ടാണ്? വൈറ്റൽ ഫോഴ്സ് ഉപയോഗിച്ചിട്ട്. ആ വൈറ്റൽ ഫോഴ്സ് എവിടുന്നാണ് ഉണ്ടാവുന്നത്? ലിവിങ് തിങ്സിൽ നിന്നും ഉണ്ടാവുന്ന മിസ്റ്റീരിയസ് ഫോഴ്സ് ആണ് എന്നാണ് ബെർസീലിയസ് പറഞ്ഞത്. ഹൗ മെനി ഓഫ് യു അണ്ടർസ്റ്റുഡ് ദിസ്? ഇത് എത്ര പേർക്ക് മനസ്സിലായി? ഓ, സാറ് പറഞ്ഞത് കൊള്ളാട്ടോ, ഇങ്ങനെയൊക്കെയാണ് സംഭവം അല്ലേ? യെസ്, ഗുഡ്, വെരി ഗുഡ്. പക്ഷെ അതായിരിക്കും ലിവിങ് തിങ്സിന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു മിസ്റ്റീരിയസ് ഫോഴ്സ് വഴിയാണ്, ആ ഫോഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോമൺ സെൻസിന് സമ്മതിക്കാൻ പറ്റുമോ? ആൻമേരി ക്ലാസ്സിൽ കയറുകയാണെങ്കിൽ നേരത്തെ കയറണം കേട്ടോ. ഇങ്ങനെ വൈകി കയറി കഴിഞ്ഞാൽ ഇനി നമ്മൾ അലോ ചെയ്യില്ല. ഞാൻ റൂം ക്ലോസ് ചെയ്യും. ഓക്കെ, യെസ്, ഇത് ക്ലോസ് ചെയ്യാൻ പറ്റും. സൂമിന്റെ റൂം വെയിറ്റിംഗ് റൂമിൽ ഇടാൻ പറ്റും ബാക്കി കയറണവര്. ഓക്കെ, യെസ്, ക്ലിയർ. അപ്പോ ബെർസീലിയസ് പറഞ്ഞത് ലിവിങ് തിങ്സിൽ ഉണ്ടാവുന്ന വൈറ്റൽ ഫോഴ്സ് കാരണമാണ് കാർബൺ കോമ്പൗണ്ട്സ് ഉണ്ടാവുന്നതാണ് ആര് പറഞ്ഞു? ബെർസീലിയസ്, ത്രൂ വൈറ്റൽ ഫോഴ്സ് തിയറി. പക്ഷെ അതിന് ഒരു അടിയായിട്ട് നമ്മുടെ വോളർ ചേട്ടൻ, വോളർ ഒരു അടിപൊളി പണി ഒപ്പിച്ചു. എടോ ബെർസീലിയസ് ചേട്ടൻ പറഞ്ഞ പോലെ അമാനുഷിക ശക്തി, മനുഷ്യന്മാർ അല്ലെങ്കിൽ ലിവിങ് തിങ്സിന്റെ അകത്തുനിന്ന് വരുന്ന വൈറ്റൽ ഫോഴ്സ് ഉപയോഗിച്ചിട്ടല്ല, മിസ്റ്റീരിയസ് ഫോഴ്സ് ഉപയോഗിച്ചിട്ടല്ല കാർബൺ കോമ്പൗണ്ട്സ് ഉണ്ടാവുന്നത്. നിങ്ങളുടെ ലിവിങ് തിങ്സിന്റെ ഫോഴ്സ് ഒന്നും ഉപയോഗിക്കാതെ തന്നെ ഞാനിതാ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് he synthesized, Wohler synthesized the first organic compound, man-made organic compound. ബെർസീലിയസ് പറഞ്ഞത് തെറ്റാണ്, ഞാനിത് ഉണ്ടാക്കി കാണിച്ചു തരാം, ഞാൻ തന്നെ സിന്തസൈസ് ചെയ്ത് കാണിച്ചു തരാം എന്നും പറഞ്ഞ് തുടങ്ങിയ സിന്തസൈസ് ചെയ്ത ഓർഗാനിക് കോമ്പൗണ്ട് ആണ് ഇതിനെ റീഅറേഞ്ച്മെന്റ് ത്രൂ ഹീറ്റ്, ചൂടാക്കി ഇതിനെ റീഅറേഞ്ച്മെന്റ് ത്രൂ ഹീറ്റ്, ചൂടാക്കി ഇതിനെ റീഅറേഞ്ച് ചെയ്ത് പുള്ളി കണ്ടുപിടിച്ചു. This is called as യൂറിയ. ഈ സാധനത്തിന്റെ പേരാണ് യൂറിയ. So who synthesized the urea? Can anyone say who synthesized the urea? Can anyone say? Wohler synthesized the urea.
വോളർ ആണ് യൂറിയ സിന്തസൈസ് ചെയ്തത്. വോളർ ആണ് യൂറിയ സിന്തസൈസ് ചെയ്തത്. ഏതെന്ന്? അമോണിയം സൈനേറ്റ്. അമോണിയം സൈനേറ്റിൽ നിന്ന് അമോണിയം സൈനേറ്റ്, മൈ ഡിയർ സ്റ്റുഡൻസ്, അമോണിയം സൈനേറ്റിനെ ചൂടാക്കി റീഅറേഞ്ച് ചെയ്ത് സ്വന്തമായിട്ട് ഒരു ഓർഗാനിക് കോമ്പൗണ്ട് സിന്തസൈസ് ചെയ്തു. ഹൂ സിന്തസൈസ്ഡ് യൂറിയ? സിന്തസൈസ് എന്ന് വെച്ചാൽ മാൻമെയ്ഡ്. ഹൂ സിന്തസൈസ്ഡ് യൂറിയ? യൂറിയ ഈസ് സിന്തസൈസ്ഡ് ബൈ വോളർ ആണ് യൂറിയ സിന്തസൈസ് ചെയ്തത്. ബർസീലസ് എന്താ പറഞ്ഞത്? എന്റെ മക്കൾ നോക്ക്, ബർസീലസ് എന്താ പറഞ്ഞത്? ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ടാവുന്നത്. ഓർഗാനിക് കോമ്പൗണ്ട്സ് വെച്ചാൽ കാർബൺ ആനിച്ച് കോമ്പൗണ്ട്സ്. Organic compounds mean carbon annex compounds. What Berzelius told? Berzelius told that organic compounds are formed as a result of vital force. Vital force means a mysterious force in living things. ജീവനുള്ള സാധനങ്ങൾക്കകത്തുള്ള ഒരു മാസ്മരിക ഫോഴ്സ് അല്ലെ, മിസ്റ്റീരിയസ് ഫോഴ്സ്, മാജിക്കൽ ഫോഴ്സ് കാരണമാണ് അത്രേ എന്തുണ്ടാവുന്നത്? ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് ബെർസീലിയസ് പറഞ്ഞപ്പോൾ. അതാണ് വൈറ്റൽ ഫോഴ്സ് തിയറി. അതിനാണ് വൈറ്റൽ ഫോഴ്സ് തിയറി എന്ന് പറയുക. നമ്മുടെ വോളർ അദ്ദേഹത്തിന് കത്തെഴുതി, എടാ ബെർസീലിയസേ, നീ പറഞ്ഞതൊന്നും ശരിയല്ല. നീ പറഞ്ഞ സോ കോൾഡ് ലിവിങ് തിങ്സ്, മിസ്റ്റീരിയസ് ഫോഴ്സ്, വൈറ്റൽ ഫോഴ്സ് ഒന്നും ഉപയോഗിക്കാതെ തന്നെ ഞാൻ ജീവിതത്തിൽ ആദ്യമായി ഈ ലോകത്തെ തന്നെ ആദ്യത്തെ ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറയാൻ കാരണം എന്താ? കാർബൺ ഈസ് ദേർ. ആദ്യത്തെ ഓർഗാനിക് കോമ്പൗണ്ട് നീ പറഞ്ഞ വൈറ്റൽ ഫോഴ്സിന്റെ സഹായമൊന്നും ഇല്ലാതെ ഐ ഹാവ് സിന്തസൈസ്ഡ്. സോ വോളർ ആണ് ഹീറോ. ഷമി ഹീറോ ആണ്, ഹീറോ പറയുന്ന പോലെ വോളർ ആണ് ഹീറോ. ബെർസീലസ് പറഞ്ഞു ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ടാവുന്നത് ലിവിങ് തിങ്സിൽ നിന്നും ഉണ്ടാവുന്ന ഒരു മിസ്റ്റീരിയസ് ഫോഴ്സ്, വൈറ്റൽ ഫോഴ്സ് എന്നാണ്. പക്ഷെ വോളർ ആ അഭിപ്രായം മാറ്റിമറിച്ച് കൈ കൊടുത്തു. അങ്ങനെയല്ല ബെർസീലസേ, നീ പറയുന്നത് തെറ്റാണ്. നീ പറയുന്ന ഈ ലിവിങ് തിങ്സിൽ നിന്നുള്ള മിസ്റ്റീരിയസ് ഫോഴ്സ് ഒന്നും ഇല്ലാതെ തന്നെ ഐ ഹാവ് സിന്തസൈസ്ഡ് യൂറിയ. ദിസ് ഇസ് ദ യൂറിയ സിന്തസിസ് പ്രോസസ്. ആദ്യത്തെ ഓർഗാനിക് കോമ്പൗണ്ട് സിന്തസൈസ് ചെയ്ത ആള് വോളർ. മനുഷ്യ നിർമ്മിത ആദ്യത്തെ ഓർഗാനിക് കോമ്പൗണ്ട് യൂറിയ. ദിസ് ഇസ് യൂറിയ ഓർത്ത് വെക്കാൻ എളുപ്പമാണ്. നടുവിൽ CO, അപ്പുറത്ത് NH2. You got it? Yes. Good. ഇനി അടുത്ത ടോപ്പിക്, representation of organic compounds. Very, very important. മൂന്ന് ടൈപ്പ് റെപ്രസെന്റേഷൻ പറയാം. മക്കൾ ശ്രദ്ധിച്ചോ. ഒന്ന്, കംപ്ലീറ്റ് സ്ട്രക്ചറൽ റെപ്രസെന്റേഷൻ. രണ്ട്, കണ്ടൻസ്ഡ് ഫോം. മൂന്ന്, ബോണ്ട് ലൈൻ സ്ട്രക്ചർ. ഇങ്ങനെ മൂന്ന് ടൈപ്പിലാണ് ഓർഗാനിക് കോമ്പൗണ്ട്സിനെ റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത്. Organic compounds are represented in these three types. Organic compounds ine ee moonu type il namakku organic compounds ine ee moonu vibhagamayitte namakku represent cheyyam. Da ശ്രദ്ധിച്ചോ sir example എഴുതാം. Da ശ്രദ്ധിച്ചോ, don't waste time. ഒരുമിച്ച് നോക്ക്, സംസാരിച്ച് സമയം കളയണ്ട, അല്ലെങ്കിൽ വെറുതെ ഇരുന്ന് മപ്പ് പോലെ സമയം കളയണ്ട. പ്ലീസ് ഫോക്കസ്. ഇവിടെ സാർ എന്താ ചെയ്തിരിക്കണം നോക്കിയേ. നോക്കിയേ.
കംപ്ലീറ്റ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എല്ലാ ബോണ്ടുകളും കാണിച്ചു. എന്താണ് ബോണ്ട്? നിങ്ങളുടെ ഇതിലേക്ക് 2 ഇലക്ട്രോൺ, നമ്മൾ കെമിക്കൽ ബോണ്ടിങ്ങിൽ പഠിച്ചതാണ്, 4ാമത്തെ ചാപ്റ്റർ കെമിക്കൽ ബോണ്ടിങ്ങിൽ പഠിച്ചതാണ്. 2 ഇലക്ട്രോൺ തമ്മിൽ കണക്ട് ആവുമ്പോൾ ദാറ്റ് ഈസ് എ സിംഗിൾ ബോണ്ട്. ദാറ്റ് ഈസ് എ സിംഗിൾ ബോണ്ട്. ഇനി 4 ഇലക്ട്രോൺസ് ഇതുപോലെ ഉണ്ടെങ്കിൽ ഈ 4 എണ്ണം കൂടി ഉണ്ടാക്കുന്നതാണ് ഡബിൾ ബോണ്ട്. ഇനി 6 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ഈ 6 എണ്ണവും തമ്മിൽ കണക്ട് ചെയ്തുണ്ടാവുന്നതാണ് ട്രിപ്പിൾ ബോണ്ട്. ആം ഐ റൈറ്റ് ഓർ നോട്ട്? സേ യെസ് ഓർ നോ? ഈ സിംഗിൾ ബോണ്ട് എന്ന് വെച്ചാൽ 2 ഇലക്ട്രോൺ എന്ന അർത്ഥം. ഡബിൾ ബോണ്ട് എന്ന് വെച്ചാൽ 4 ഇലക്ട്രോൺ എന്ന അർത്ഥം. ഒരു ഇലക്ട്രോൺ ജോഡിയാണ് ഒരു ബോണ്ട്. ഒരു സിംഗിൾ ബോണ്ട് എന്ന് വെച്ചാൽ ഇലക്ട്രോൺ ജോഡിയാണ്. സേ യെസ് ഓർ നോ? സേ യെസ് ഓർ നോ? Everyone should reply. Everyone, all of you please respond. All of you please respond. Okay? ഒരു സിംഗിൾ ബോണ്ട് എന്ന് വെച്ചാൽ, ഒരു സിംഗിൾ ബോണ്ട് എന്ന് വെച്ചാൽ 2 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ഇവര് തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ സിംഗിൾ ബോണ്ട്. 4 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ഇവര് തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവുന്നതാണ് ഡബിൾ ബോണ്ട്. 6 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ഈ 6 ഇലക്ട്രോൺ തമ്മിൽ ചേർന്നിട്ടാണ് ട്രിപ്പിൾ ബോണ്ട്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. പ്ലീസ് ലിസൺ. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഓക്കെ. ജോഷിയ, ഈ 5:40 ക്ലാസ്സിൽ കയറി ഇരിക്കാൻ പറ്റില്ല കേട്ടോ. കയറുന്നെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ കയറുക, അല്ലെങ്കിൽ ക്ലാസ്സിൽ കയറാതിരിക്കുക. ഓക്കെ. കാരണം സാറ് വൃത്തിയായിട്ട് നമ്മൾ നോക്കുന്നതാ, ചെക്ക് ചെയ്യുന്നതാ. ഓക്കെ. നമ്മള് സമയത്തിന് കയറണം. അതുപോലെ ആൻമേരി സമയത്ത് കയറണം. ജോഷിയ മാത്രമല്ല, ആൻമേരി സമയത്തിന് കയറണം. അല്ലെങ്കിൽ അത് മോശമല്ലേ, മറ്റുള്ളവർക്ക് കൂടിയുള്ള മെസ്സേജ് ഇല്ലേ? ഫസ്റ്റ് തൊട്ട് ഉണ്ടോ? ജോഷിയ ഇല്ല, ഞാൻ പേര് കണ്ടില്ല. ഉണ്ടായിരുന്നോ? അപ്പൊ വീഡിയോ ഓൺ ചെയ്തില്ലേ? വീഡിയോ ഓൺ ചെയ്തില്ലേ? ഓൺ ചെയ്താ? അപ്പൊ എന്തെങ്കിലുമൊക്കെ ചാറ്റ് ബോക്സിൽ ആൻസർ ഇടണം. അപ്പോഴേ ജോഷിയ ക്ലാസ്സിലുണ്ടെന്ന് എനിക്ക് അറിയുള്ളൂ. നമ്മൾ വെറുതെ സൈലന്റ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പാടില്ല കേട്ടോ. നമ്മൾ ലൈവായിട്ട് ആക്റ്റീവായിട്ട് മെസ്സേജും ആൻസറൊക്കെ ഇട്ടുകൊണ്ടിരിക്കണം. ആൻസർ ഇടുമ്പോഴല്ലേ നമുക്ക് അറിയാം കുട്ടി വന്നിട്ടുണ്ട് എന്ന്. ഓക്കെ. യെസ്. ശ്രദ്ധിക്കും മക്കള്. ഇത് നോക്ക്. ഒരു ബോണ്ട് എന്ന് വെച്ചാൽ എത്ര ഇലക്ട്രോൺ ആണ്? ഒരു സിംഗിൾ ബോണ്ട് എന്ന് വെച്ചാൽ എത്ര ഇലക്ട്രോൺ ആണ്? ക്യാൻ എനിവൺ സേ? ഒരു സിംഗിൾ ബോണ്ട് എന്ന് വെച്ചാൽ എത്ര ഇലക്ട്രോൺ ആണ്? പ്ലീസ് റെസ്പോണ്ട്. ഒരു സിംഗിൾ ബോണ്ട് എന്ന് വെച്ചാൽ എത്ര ഇലക്ട്രോൺ ആണ്? 2 ഇലക്ട്രോൺ. ഒരു പെയർ, ഒരു പെയർ. ഡബിൾ ബോണ്ട് എന്ന് വെച്ചാൽ എത്ര പെയർ? ഡബിൾ ബോണ്ട് എന്ന് വെച്ചാൽ എത്ര ജോഡി? 2 ജോഡി അഥവാ 4 ഇലക്ട്രോൺസ്. 2 പെയർ, 2 പെയർ അല്ലെങ്കിൽ 4 ഇലക്ട്രോൺസ്. ട്രിപ്പിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ, ട്രിപ്പിൾ ബോണ്ട് എന്ന് വെച്ചാൽ 3 പെയർ അല്ലെങ്കിൽ 6 ഇലക്ട്രോൺ. അപ്പൊ ഇങ്ങനെ വരയ്ക്കുന്നതാണ് കംപ്ലീറ്റ് സ്ട്രക്ചർ. കമ്പൈൻഡ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കണ്ടൻസ്ഡ് സ്ട്രക്ചർ എന്ന് വെച്ചാൽ, ലിസൺ കെയർഫുള്ളി, ഇതേ സാധനത്തിനെ അടിപൊളി ഓക്കെ എക്സ്പാൻഡ് ചെയ്യാതെ കൂട്ടി എഴുതി. ഇത് കുട നിവർത്തി, നമ്മൾ മഴ പെയ്യുമ്പോൾ കുട നിവർത്തും. കുട നിവർത്തുമ്പോൾ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കും. ഈ വിരിഞ്ഞു നിൽക്കുന്നതാണ് കംപ്ലീറ്റ് സ്ട്രക്ചർ. വിരിഞ്ഞു നിൽക്കുന്നതാണ് കംപ്ലീറ്റ് സ്ട്രക്ചർ. അടുപ്പിച്ച് ആ വിരിയല് മാറ്റി, ആ വിരിച്ചല് മാറ്റി ചേർത്തി എഴുതുന്നുണ്ട്, കംപ്രസ് ചെയ്ത് എഴുതുന്നതാണ് കണ്ടൻസ്ഡ് സ്ട്രക്ചർ. ബോണ്ട് ലൈൻ സ്ട്രക്ചർ എന്ന് വെച്ചാൽ ഇത് നോക്ക്. ഇവിടെ എത്ര കാർബൺ ഉണ്ട് നോക്ക്? 1 2 3. ഇവിടെ എത്ര കാർബൺ ഉണ്ട്? 1 2 3 കാർബൺ. ഈ ഒരു അഗ്രം, ഒരു അറ്റം എന്ന് വെച്ചാൽ ഒരു കാർബണാണ്. 1 2 3 ഇങ്ങനെ ലൈൻ ഇട്ടിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതാണ് ബോണ്ട് ലൈൻ സ്ട്രക്ചർ. ഹൗ മെനി ഓഫ് യു അണ്ടർസ്റ്റുഡ് ദീസ്? പ്ലീസ് ടെൽ മീ. How many of you understood this? Anaga, Siddharth, Kirtika, Archana, Gautam, Sumiksha, same shape, same representation. Aditya Shri, this is not same shape, this is same representation. Yes.
സോ ലൈൻ റെപ്രസെന്റ് എനിത്തിങ് എന്നല്ല, ഇത് ബോണ്ട് ലൈൻ സ്ട്രക്ചർ. കാർബൺ, ഓരോ അഗ്രവും ഓരോ കാർബൺ. ഞാൻ വേറൊരു എക്സാമ്പിൾ ചെയ്യാം. വേറൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് എഴുതി തരാം. Please take down another example for your knowledge. Another example for your knowledge. Okay. CH3, CH2, 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 CH. കാർബൺ കാർബൺ ബോണ്ട് മാത്രം എടുത്തിട്ട് 6 ഒരു CH2 കൂടി ഉണ്ട് അല്ലേ? ആറ് കാർബൺ. വൺ, 2, 3, 4, 5, 6. ആദ്യത്തെ റെപ്രസെന്റേഷൻ എന്താ പറയുക? വിരിഞ്ഞു നിൽക്കുന്ന ആദ്യത്തെ റെപ്രസെന്റേഷൻ എന്താ വിളിക്കുക? പ്ലീസ് റെസ്പോണ്ട്. പ്ലീസ് പുട്ട് ഇൻ ചാറ്റ് ബോക്സ്. ആദ്യം സാറ് വിരിച്ചെഴുതിയിരിക്കുന്ന സാധനത്തിനെ റെപ്രസെന്റ്, കാർബണും നോക്ക്, കാർബണും അതിനോട് ബന്ധപ്പെട്ട കോമ്പൗണ്ട്സും, കാർബണും അതിനോട് ബന്ധപ്പെട്ട കോമ്പൗണ്ട്സും അതിനെക്കുറിച്ച്. ആദിത്യ വി, പ്ലീസ് പുട്ട് ഓൺ യുവർ വീഡിയോ. ആദിത്യനല്ല, ആദിത്യൻ മുടിച്ച് വീട് നടക്കട്ടെ. കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ്. ഒന്നാമത്തെ സ്ട്രക്ചർ കംപ്ലീറ്റ് സ്ട്രക്ചറൽ റെപ്രസെന്റേഷൻ. രണ്ടാമത്തെ സ്ട്രക്ചറോ സെക്കൻഡ് വൺ കണ്ടൻസ്ഡ് സ്ട്രക്ചർ. കണ്ടൻസ് ചെയ്യാന്ന് വെച്ചാൽ കൂട്ടിച്ചേർക്കുക, ജാമാക്കുക, ഒരുമിച്ചൊക്കെ, കണ്ടൻസ്ഡ് സ്ട്രക്ചർ. മൂന്നാമത്തെ സ്ട്രക്ചറോ ബോണ്ട് ലൈൻ സ്ട്രക്ചർ. വെരി ഗുഡ്, ബോണ്ട് ലൈൻ സ്ട്രക്ചർ. മൂന്നാമത്തെ സ്ട്രക്ചർ ബോണ്ട് ലൈൻ സ്ട്രക്ചർ. വെരി ഗുഡ്, എക്സലന്റ്. ഓക്കെ, എല്ലാത്തിനും ഇങ്ങനത്തെ ഷേപ്പ് ആയിരിക്കും. ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് വരുമ്പോൾ മാറും, അത്രേ ഉള്ളൂ. ക്ലിയർ ആയോ? കംപ്ലീറ്റ് സ്ട്രക്ചർ നമ്മൾ പൊതുവെ ഇതാണ് യൂസ് ചെയ്യുക. ഇൻ റിയാക്ഷൻസ് വി വിൽ യൂസ് കണ്ടൻസ്ഡ് സ്ട്രക്ചർ. നമ്മൾ റിയാക്ഷൻസിൽ കണ്ടൻസ്ഡ് സ്ട്രക്ചർ ആണ് ഉപയോഗിക്കുക. ഓക്കെ, റിയാക്ഷൻസിൽ നമ്മൾ ഉപയോഗിക്കുന്നത് കണ്ടൻസ്ഡ് സ്ട്രക്ചർ. അങ്ങനെ ഒരു സാധനം ഞാൻ എഴുതാം. C8 H18 ഇങ്ങനെ ഒരു സാധനം തന്നിട്ടുണ്ട്. ഇതിന്റെ എല്ലാ സ്ട്രക്ചറും നമ്മൾ എഴുതണം. അപ്പൊ എഴുതാം 2, 3, 4, 5, 6, 7, 8. 8 കാർബൺ ഉണ്ട്, 18 ഹൈഡ്രജൻ. നമുക്കറിയാം അറ്റത്തുള്ള ഹൈഡ്രജൻ കാർബണ് 3 ഉണ്ടാവും, ബാക്കി എല്ലാത്തിനും 2. ഇതിന്റെ ബാലൻസ് ചെയ്ത് സാർ പറഞ്ഞുതരാം, യു ഡോണ്ട് വറി. ഇതാണ് ഫസ്റ്റ് ഓപ്ഷൻ. CH3, CH2, CH2, CH2. ഇത് രണ്ടാമത്തെ ഓപ്ഷൻ. മൂന്നാമത്തെ ഓപ്ഷൻ here this 1, 2, 3, 4, 5, 6, 7 and 8. Hope you understood the complete representation of
the complete representation of organic compounds. Tell me, say yes or no. Sir, ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി sir. Complete representation of organic compounds മനസ്സിലായി sir. Complete structure, condensed formula, bond length structure. Complete structure, condensed structure, bond length structure. Complete structure, condensed structure, bond length structure. Complete structure, condensed structure, bond length structure. You got it? Yes. അത് അപ്പൊ പറയാം. ഇപ്പൊ ജസ്റ്റ് കണ്ടന്റ് അറിഞ്ഞാൽ മതി. ബോണ്ടിന് ഡബ്ല്യൂ ട്രിപ്പിളോ വന്നാൽ എന്ത് ചെയ്യുന്നതാണ് ചോദ്യം. ഫോർ എക്സാമ്പിൾ, ഇവിടെ CH3 CH CH ഇങ്ങനെ ഡബിൾ ബോണ്ട് വന്നാൽ എന്ത് ചെയ്യും? ഇത് കണ്ടൻസ് സ്ട്രക്ചർ ആണ്. ഇതിന്റെ കംപ്ലീറ്റ് സ്ട്രക്ചർ ഇങ്ങനെ വരച്ചു സാറ്. ആദ്യം കണ്ടൻസ്ഡാ സാറ് വരച്ചിരിക്കുന്നത്. ഇപ്പൊ കംപ്ലീറ്റ്. ഇനി ബോണ്ടിലെ 4 കാർബൺ 1 2 3 4. അതിൽ രണ്ടാമത്തെ കാർബണിൽ ഡബിൾ ബോണ്ട്. ആദ്യം 4 കാർബൺ ഞാൻ വരച്ചു. 1 2 3 4. ഓക്കെ, 1 2 3 4 കാർബൺ. 1 2 3 4 കാർബൺ. സെക്കൻഡ് കാർബണിൽ ഡബിൾ ബോണ്ട്. സോ ഫസ്റ്റ് കാർബൺ, സെക്കൻഡ് കാർബണിൽ ഡബിൾ ബോണ്ട്. യു ഗോട്ട് ഇറ്റ്? ഹൗ മെനി ഓഫ് യു ഗോട്ട് ദിസ്? സെക്കൻഡ് കാർബണിൽ ഡബിൾ ബോണ്ട്. ഹൗ മെനി ഓഫ് യു ഗോട്ട് ദിസ്? എത്ര പേർക്ക് ഇത് വൃത്തിയായിട്ട് മനസ്സിലായി? ടെൽ മീ. എത്ര പേർക്ക് ഇത് വൃത്തിയായിട്ട് മനസ്സിലായി? എവിടെയാണ് ഡബിൾ ബോണ്ട് ഇങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്താൽ മതി. വാട്ട് അബൌട്ട് അതേഴ്സ്? സ്റ്റേറ്റ് ബോർഡുകാർ ഒരാൾ പോലും റിപ്ലൈ അയക്കേണ്ടത് ഞാൻ കാണുന്നില്ല. ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻ ടു ദം. സ്റ്റേറ്റ് ബോർഡുകാര് ഒരാൾ പോലും റെസ്പോണ്ട് ചെയ്ത് കാണില്ല. ഇതിൽ ഏറ്റവും വലിയ രസം, സ്റ്റേറ്റുകാരാണ് 10ാം ക്ലാസ്സിൽ ഓർഗാനിക് പഠിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ് ബോർഡുകാരാണ് 10ാം ക്ലാസ്സിൽ ഓർഗാനിക് കെമിസ്ട്രി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കുന്നത്. CBSE-കാര് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ടേ ഉള്ളൂ. എന്നിട്ടും ഒരെണ്ണം മരിങ്ങി ഇടുന്നില്ല സാധനം മെസ്സേജ്. സ്റ്റേറ്റ് ബോർഡിൽ ആർക്കും ഇത് മനസ്സിലായിട്ടില്ല എടുത്തത്. അങ്ങനെയെങ്കിൽ നാളെ തൊട്ട് 5 AM ക്ലബ്ബ് CBSE-ക്ക് മാത്രമാക്കാം അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ സ്റ്റേറ്റുകാര് ആകെ 1 or 2 പേരാണ് റെസ്പോണ്ട് ചെയ്തത്. ബാക്കിയുള്ളവരെ നമുക്ക് ബ്ലോക്ക് ചെയ്തിടാം. അപ്പൊ ശരിയാവും. നിങ്ങള് കാർബണിന് എത്ര കാലാന്നാ സാറ് പറഞ്ഞേ? ഇങ്ങനെയാണ് നോക്കേണ്ടത്. ഈ കാർബൺ എടുക്ക് എത്ര കാലുണ്ട് നോക്ക്. കാർബണിനെ ടച്ച് ചെയ്ത് നിങ്ങൾ എത്ര കാലുണ്ടാ? 1 2 3 4. കണ്ടോ? ഈ കാർബൺ എടുക്ക് ഇതിനെ ടച്ച് ചെയ്ത് നിൽക്കേണ്ടത് 1 2 2 2 4. യു ഗോട്ട് ഇറ്റ്? ഈ കാർബൺ നോക്ക്, ടച്ച് ചെയ്ത് നിൽക്കുന്നത് ഈ കാർബണിനെ ടച്ച് ചെയ്ത് നിൽക്കുന്നത് 2 1 3 1 4. ഈ കാർബൺ എടുക്ക്, ടച്ച് ചെയ്ത് നിൽക്കുന്നത് ഇതൊന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്. 1 2 3 4. ഇപ്പൊ മനസ്സിലായോ കാർബണിന്റെ വാലൻസി എങ്ങനെ 4 ആയതെന്ന്? തൊട്ട് മുന്നത്തെ എക്സാമ്പിൾ നോക്കാം. ഈ കാർബൺ എടുത്ത് ഇതിനെ ടച്ച് ചെയ്ത് നിൽക്കുന്നത് 1 2 3 4 ബോണ്ട്. ഈ കാർബൺ എടുത്ത് ടച്ച് ചെയ്ത് നിൽക്കുന്നത് ഇതാണ്. പൂച്ചയെ പോലെ 4 കാലിൽ വീഴുന്ന ആളാണ് കാർബൺ. പൂച്ചയെ പോലെ 4 കാലിൽ വീഴുന്നതാണ് കാർബൺ. 4 കാലിൽ നോക്കി. ഈ കാർബൺ എടുത്ത് 1 2 3 4. ഈ കാർബൺ എടുത്ത് കൃഷ്ണ അവിടെ നോക്ക്, കേറിയതേ വൈകിട്ട്. എന്നിട്ട് സീനും ഫോട്ടോയും ഇവിടെയാണ് വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്ത്. ശ്രദ്ധിക്കേ, ഈ കാർബൺ എടുത്ത് 1 2 3 4. ദിസ് ഈസ്
ദിസ് ഷോസ് ദ വാലൻസി ഓഫ് കാർബൺ. ഈ കാർബൺ എടുത്ത് 1 2 3 4. 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 എങ്ങനെ കാർബണിന്റെ ബാലൻസ് നോക്കാന്ന് മനസ്സിലായോ? ഓരോ കാർബണിനെയും ടച്ച് ചെയ്ത് നിൽക്കുന്ന ലൈൻസ് കൗണ്ട് ചെയ്താൽ ദാറ്റ് വിൽ ഗിവ് ദ ബാലൻസ്. ഇല്ലേ, ടെട്രാ വാലൻസി 4. ഇനി അതിന്റെ മുന്നത്തെ നോക്കിയത് എവിടെ നോക്കിയേ? ഈ കാർബണിന്റെ ബാലൻസി 1 2 3 4. 4 കാല്. പൂച്ച C4 cat 4 കാല്. ഈ കാർബണിനെ ടച്ച് ചെയ്ത് നിൽക്കുന്നത് 1 2 3 4. ഈ കാർബണിനെ ടച്ച് ചെയ്ത് നിൽക്കുന്നത് 1 2 3 4. ഇനി ഈ കാർബണിനെ ടച്ച് ചെയ്ത് നിൽക്കുന്നത് 1 2 3 4. ഇനി ഈ കാർബണിനെ ടച്ച് ചെയ്ത് നിൽക്കുന്നത് 1 2 3 4. ഈ കാർബണിനെ ടച്ച് ചെയ്ത് നിൽക്കുന്നത് 1 2 3 4. You got it? എന്തുകൊണ്ട് കാർബൺ ടെട്രാ വാലന്റ് ആണ് എന്ന് പറയുന്നത് മനസ്സിലായോ? ക്ലിയർ ആയോ? യെസ് ഗുഡ്. ഞാൻ ഒരു ചെറിയ കണ്ടന്റ് കൂടി പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യാം. 3D റെപ്രസെന്റേഷൻ കൂടി ഒന്ന് എടുക്കാം. 3D റെപ്രസെന്റേഷൻ നോക്കിക്കോ. representation of an organic compound. ഒരു ഓർഗാനിക് കോമ്പൗണ്ടിന്റെ 3D റെപ്രസെന്റേഷൻ ആണ് സാറ് പറഞ്ഞു തരാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. ഈ രണ്ട് ലൈൻസും ബോണ്ട് ഇൻ ദ പ്ലെയിൻ ആണ്. ഈ രണ്ടും ഉണ്ടല്ലോ, ഇത് രണ്ടും ഇത് രണ്ടും ഉണ്ടല്ലോ. ഇത് രണ്ടും നിങ്ങൾ എഴുതി വെച്ചോ. ഈ 3D റെപ്രസെന്റേഷനിൽ ഈ രണ്ട് ബോണ്ടും, ഒരു കാർബണിന്റെ 4 കാല് സാർ വരച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഹൈഡ്രജനും ഇവിടെ ഒരു ഹൈഡ്രജനും ഉണ്ട്. ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്. CH4 വരച്ചിരിക്കുകയാണ്. ഈ രണ്ട് സാധാ ലൈൻസിന് നമ്മൾ പറയുക ബോണ്ട്സ് ഇൻ ദ പ്ലെയിൻ ഓർ ഓൺ ദ പ്ലെയിൻ. ആ രണ്ട് ബോണ്ടും പ്ലെയിനിലുള്ള ബോണ്ടാണ്, പേപ്പറിലുള്ള ബോണ്ടാണ്, പ്ലെയിനിലുള്ള ബോണ്ടാണ്. ഇത് ഈ ഡാർക്കിനെ പറയുന്ന പേര് സോളിഡ് ബെഡ്സ് എന്നാണ്. സോളിഡ് ബെഡ്സ് ബോണ്ട് എന്ന് വെച്ചാൽ ഇത് ടുവേർഡ്സ് ദ ഒബ്സർവർ ആണ്. നോക്കണ ആളുടെ നേർക്ക് വരുന്ന സാധനമാണ്. ടുവേർഡ്സ് ദ ഒബ്സർവർ നോക്കുന്ന ആളുടെ മേത്തേക്ക് വരുന്ന ബോണ്ടാണ്. ടുവേർഡ്സ് ദ ഒബ്സർവർ കേട്ടോ. ചിലർക്ക് വായിക്കാനുണ്ടല്ലോ ടുവേർഡ്സ് ദ ഒബ്സർവർ. ഇതിനെന്താ പറയാ? അത് സോളിഡ് വെച്ച് ഇതിനെന്താ പറയാ? ഡാഷ് ലൈൻ. ഈ ലൈനിനെ പറയുന്ന പേര് ഡാഷ് ലൈൻ. ഇതെന്തിനാ ഉപയോഗിക്കുക? എവേ ഫ്രം ദ ഒബ്സർവർ. ഇതെല്ലാം നാളെ ഞാൻ ചോദിക്കട്ടോ. എവേ ഫ്രം ദ ഒബ്സർവർ. നോക്ക്, 3D റെപ്രസെന്റേഷനില് 4 ടൈപ്പ് ബോണ്ട് ഉണ്ട്. സാധാരണ വര വരയ്ക്കുന്നത് ബോണ്ട്സ് ഇൻ ദ പ്ലെയിനിലുള്ള ബോണ്ട്സ് ആണ്. മറ്റേത് രണ്ടും ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണ്. പ്ലെയിനിൽ നിന്ന് പുറത്തു പോകുന്നതാണ്. ഒന്ന് ഇങ്ങനെ ഡാർക്ക് ഇരുണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ സോളിഡ് ബെഡ്സ് എന്നാണ് പറയുക. അത് നോക്കുന്ന ആളുടെ മേത്തിക്കാണ് വരിക. നോക്കുന്ന ആളുടെ മേത്തിക്കാണ് ആ ആറ്റം. ഈ ഹൈഡ്രജൻ നോക്കുന്ന ആളുടെ മേത്തിക്കാ വരുന്നത്. നേരെ മറിച്ച് ഇങ്ങനെ വരച്ചാൽ നോക്കുന്ന ആളിൽ നിന്നും അകലെയാണ്. എവേ ഫ്രം ദ ഒബ്സർവർ. നോക്കുന്ന ആളിൽ നിന്നും അകന്നു പോകുന്നതാണ് ഇത്. നോക്കുന്ന ആളുടെ മെക്കറ്റിക്ക് വരുന്നതാണ് ഇത്. ഇത് രണ്ടും സാധാ ബോണ്ട്. എത്ര പേർക്ക് മനസ്സിലായി?
എത്ര പേർക്ക് മനസ്സിലായി? സാറേ സാധാരണ ബോണ്ട് മനസ്സിലായി, ബോണ്ട് ഇൻ ദ പ്ലെയിൻ ആണ്. ഡാർക്ക് ചെയ്തത്, ഈ ഡാർക്കൻ ചെയ്തത് ടുവേർഡ്സ് ദ ഒബ്സർവർ ആണ്. ഈ ഡാഷ് ഇട്ടത് എവേ ഫ്രം ദ ഒബ്സർവർ ആണ്. എത്ര പേർക്ക് മനസ്സിലായി? എത്ര പേർക്ക് മനസ്സിലായി? കൃഷ്ണ റെസ്റ്റ് എടുക്കണം, മറ്റുള്ളവർ ചാറ്റ് ബോക്സിൽ ഇടുമല്ലോ, ഞാൻ എന്തിനു മെനക്കിടുന്നു? ഞാൻ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്റെ വിരൽ വേദനിക്കുമല്ലോ. യെസ്, അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ തന്നെ എക്സാമിന് ചോദിക്കും കേട്ടോ, ഡാഷ് ലൈനും വെഡ്ജ് ലൈനും എങ്ങനെയെന്ന് പറഞ്ഞ് ചോദിക്കും. സ്മീരജ്, യു ഗോട്ട് ഇറ്റ്? അപ്പൊ ഇനി നമുക്ക് ബാക്കി നാളെ എടുക്കാം. അപ്പൊ ബേസ് ഒക്കെ നിങ്ങൾ സ്ട്രോങ് ആവുണ്ടോ? ഓർഗാനിക് കെമിസ്ട്രി ബേസ് നിങ്ങൾ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇത് ടുവേർഡ്സ് ദ ഒബ്സർവർ, നോക്കുന്ന ആളുടെ മേത്തേക്ക് വരുന്ന ബോണ്ടാണ് ഡാർക്ക് ചെയ്ത് കാണിക്കുന്നത്. ഇങ്ങനെ വരയിട്ട് കാണിച്ചാൽ ഡാഷ് ലൈൻ ആണ്. ഡാഷ് ലൈൻ ആണ് ഇത് എവേ ഫ്രം ദ ഒബ്സർവർ, നോക്കുന്ന ആളിൽ നിന്നും ദൂരേക്ക് പോകണം. ഇത് രണ്ടും സാധാ ബോണ്ട് തന്നെയാണ്. ഇത് രണ്ടും സാധാ ബോണ്ടാണ്, പ്ലെയിനിൽ നിൽക്കുന്ന ബോണ്ട്, നമ്മുടെ പേപ്പറിൽ തന്നെ നിൽക്കുന്ന ബോണ്ട്. യു ഗോട്ട് ഇറ്റ്? അപ്പൊ ബാക്കി നമുക്ക് നാളെ നോക്കാം. ബേസ് സ്ട്രോങ് ആവണം, ഓർഗാനിക് കെമിസ്ട്രിയുടെ ബേസ് സൂപ്പർ ആക്കണം നിങ്ങൾ കേട്ടോ. ഓക്കെ, ബൈ ബൈ ബൈ, സി യു, ബൈ, താങ്ക് യു.